തൃപ്പൂണിത്തുറ തെക്കും ഭാഗത്ത് പടക്കക്കടയിൽ ഉഗ്രസ്ഫോടനം 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. 300 മീറ്റർ അപ്പുറത്തേക്ക് അവശിഷ്ടങ്ങൾ തെറിച്ചു വീണു. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടങ്ങി. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അജീഷ്, എന്താണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അജയകുമാർ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. തൃപ്പൂണിത്തുറയിൽ സ്ഫോടനം, പടക്കക്കടയിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. തൃപ്പൂണിത്തുറ തെക്കും ഭാഗത്തെ പടക്കക്കടയിലാണ് സ്ഫോടനമുണ്ടായത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. 300 മീറ്റർ അപ്പുറത്തേക്ക് അവശിഷ്ടങ്ങൾ തെറിച്ചു വീണു. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടങ്ങി. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് തൃപ്പൂണിത്തുറ തെക്കൻ ഭാഗത്ത് പ്രവർത്തിക്കുന്ന പടക്കക്കടയിൽ സ്ഫോടനമുണ്ടായത്. ഈ കടയുടെ പേര് നമുക്ക് നിലവിൽ വ്യക്തമല്ല. ഈ വലിയ പൊട്ടിത്തെറി കേട്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ഒരു നാട്ടുകാരൻ തന്നെയാണ് നമ്മളെ ഈ വിവരം വിളിച്ചറിയിച്ചത്. അതായത് സമീപത്തെ വീടുകളിൽ അടക്കം വലിയ നാശനഷ്ടമുണ്ടായി. നമ്മളുടെ തൊട്ടടുത്ത വീടിന്റെ മേൽക്കൂര തന്നെ തകർന്നു പോയി. അങ്ങനെ വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേരെ, ഈ കടയിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ 2 പേരെയും ആംബുലൻസിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. ഈ തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. 2 വണ്ടി ഫയർഫോഴ്സ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത വീടുകളിൽ ആളുകൾ കിടക്കുന്നതായാണ് വിവരം. എന്തായാലും പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ എത്ര പേർക്ക് കൃത്യമായ എണ്ണ, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമല്ല. നേരിട്ട് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുള്ളൂ. എന്തായാലും വലിയൊരു സ്ഫോടനം തന്നെ നടന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒരു പടക്കക്കടയ്ക്കാണ് ഇങ്ങനെ തീ പിടിച്ച് പൊട്ടിത്തെറിച്ചത്. അജീഷ്, വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നറിയാം. ഈ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണല്ലോ അറിയുന്നത്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? അതായത് ഈ പടക്കക്കടയിൽ ഉണ്ടായിരുന്ന 2 പേരെയാണ് ഇപ്പോൾ ആംബുലൻസിൽ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയം തന്നെ ഇവർ ബോധരഹിതരായിരുന്നു. ഇവരുടെ ശരീരത്തിലടക്കം പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ. സമീപത്തെ വീടുകളിലും വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൊട്ടിത്തെറി. നമുക്ക് ഈ പടക്കക്കടയുടെ എതിർവശത്തുള്ള ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഓടുകളടക്കം പറന്നു. ഈ പടക്കക്കട പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിൽ ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്ത് വരെ ഈ കടയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ തെറിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ സമീപത്തെ വീടുകളിലും ഈ ചില ആളുകൾ, ഈ ആഘാതത്തിൽ ആളുകൾക്ക് ഇതിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവിടെ എല്ലാ വീടുകളിലും, സമീപത്തെ വീടുകളിലും ആളുകൾ പരിശോധന നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഈ പോലീസും അഗ്നിശമന സേനയും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഈ കടയിലെ തീപിടുത്തം തൊട്ടടുത്ത കടകളിലേക്ക് പടരുന്നതായാണ് നാട്ടുകാർ പറഞ്ഞത്. ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അഗ്നിശമന സേനയുള്ളത്. ആദ്യം ഒരു വണ്ടി അഗ്നിശമന സേനയുടെ വണ്ടിയാണ് എത്തിയത്. അവർ തീ അണയ്ക്കുന്നതിനിടയിൽ 2 യൂണിറ്റ് കൂടി കൂടുതലായി ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. കൂടുതൽ ആംബുലൻസുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവരുടെ നില അല്പം ഗുരുതരമാണ്. ഇവരുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ നമുക്ക് കിട്ടിയത്. ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അത് നമുക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ. നേരിട്ട് അവിടെ എത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത നമുക്ക് നൽകാനാകും. വേണം, പരിസരവാസികൾക്കും പരിക്കുണ്ടാകാമെന്ന സൂചനയാണോ കിട്ടുന്നത് അജീഷ്? തീർച്ചയായും വേണു. കാരണം അത്രയും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. പടക്കക്കടയാണ്. സ്വാഭാവികമായിട്ടും അത്രയും അധികം സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നിരിക്കണം. പൊട്ടിത്തെറിയിൽ ആ കട പൂർണ്ണമായിട്ടും നശിച്ചു. ഇതിന്റെ ആഘാതത്തിലാണ് അടുത്തുള്ള വീടുകൾക്കും കടകൾക്കും കേടുപാട് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് തന്നെ അടുത്തുള്ള തിരക്കുള്ള സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ ഈ തെക്കും ഭാഗം എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആളുകൾക്കും, ഇതിന്റെ അടുത്ത് ഉണ്ടായിരുന്ന കടകളിൽ ഉണ്ടായിരുന്നവർക്കും അടുത്തുള്ള വീടുകളിൽ ഉണ്ടായിരുന്നവർക്കും ഒരുപക്ഷെ ഇതിന്റെ ആഘാതത്തിൽ പരിക്കു പറ്റിയിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത്. പക്ഷെ അത് നമുക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓരോ വീടുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അഗ്നിശമന സേന അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വീടുകളിൽ ഇതിനകത്തുള്ളവരിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിരവധി വീടുകളുണ്ട്. ഈ വീടുകളിൽ പലതും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ആഘാതത്തിൽ ചില വീടുകളുടെ ഓടുകൾ, മേൽക്കൂര തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ
ഇതിന്റെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. ഈ കടയുടെ പേര് നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടുത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ ആളുകളെ കാരണം ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ആളുകളെ കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ ആ പരിക്ക് പറ്റിയിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണെന്ന്. നേരത്തെ 2 ആംബുലൻസുകൾ വന്നിരുന്നു. ആ 2 ആംബുലൻസിലാണ് 2 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവർ 2 പേരും ഈ പടക്കക്കടയിലെ ജീവനക്കാരാണെന്നാണ് സംശയിക്കുന്നത്. അവർക്ക് അവരുടെ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. 2 പേരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം ബോധരഹിതരായിരുന്നു. ഇവരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മറ്റുള്ളവരെ, അതായത് ഈ തൊട്ടടുത്ത വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് എത്രത്തോളം പരിക്കുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഇതിന്റെ എണ്ണം നമുക്ക് കൃത്യമല്ല. അത് കുറച്ച് കഴിയുമ്പോൾ അതിലൊരു വ്യക്തത നമുക്ക് കിട്ടും. എന്തായാലും ഈ അഗ്നിശമന സേന ഇവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെയുണ്ട്. കൂടുതൽ ആവശ്യമാണെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനും നടപടികൾ നടക്കുകയാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് വൻ സ്ഫോടനം ഇവിടെ ഉണ്ടായത്. വലിയ പൊട്ടിത്തെറി കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറത്തേക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ തെറിക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ പൊട്ടിത്തെറിയാണ്. പടക്കക്കടയ്ക്കാണ്. സ്വാഭാവികമായിട്ടും അത്രയും സ്റ്റോക്കുള്ള ഒരു കടയായതുകൊണ്ട് തന്നെ വലിയ ആഘാതം അതിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വേണം അജീഷ്, ഇത് പടക്കക്കടയാണല്ലോ, പടക്ക നിർമ്മാണശാലയല്ലല്ലോ അല്ലേ? കാരണം പടക്ക നിർമ്മാണശാല ആണെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വീഴ്ചയുടെ ഭാഗമായി സ്ഫോടനം ഉണ്ടാകാം. ഇത് പടക്കക്കടയാണോ? വേണു, ഇത് പടക്കക്കടയാണ്. സ്വാഭാവികമായിട്ടും ഇത് തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയില്ല. പടക്ക വിൽപ്പനശാലയാണ്. അതുകൊണ്ടാണ് വലിയ സ്റ്റോക്കുകൾ, പലതരത്തിലുള്ള പടക്ക വിൽപ്പന സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഈ കടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് ഒരുപാട് കടകളുണ്ട്, സമീപത്ത് തന്നെ വീടുകളുണ്ട്. അങ്ങനെ വലിയൊരു തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തൃപ്പൂണിത്തുറ തെക്കുംഭാഗം എന്ന പ്രദേശം. അവിടെ ആളുകൾ ഒരുപാട് പേർ ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഇന്ന്. ഏതാണ്ട് 10:30 മണിയോടുകൂടി, അതുകൊണ്ട് തിരക്കുള്ള ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി വലുതായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടെ ഈ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേര് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തീപിടുത്തത്തിന്റെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്ന അപകടമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് അവരെ ശുശ്രൂഷിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തിയേക്കും. എന്തായാലും ഈ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത വീടുകളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ആഘാതത്തിൽ, പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ തൊട്ടടുത്ത ഈ ഇരുനില വീടുകളിലേക്ക് ജനൽ ചില്ലുകൾ തകർന്നു പോവുകയും ചില വീടിന്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വലിയൊരു ആഘാതമാണ് ഉണ്ടായതാണ്. ആദ്യം ഒരു സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് നാട്ടുകാർ ഇതെന്താണ് സംഭവിച്ചതെന്നറിയാതെ അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോൾ പിന്നെയും പൊട്ടിത്തെറിച്ചു എന്നാണ് നമ്മളെ വിവരം അറിയിച്ചവർ പറഞ്ഞത്. അങ്ങനെ വലിയൊരു ആഘാതമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വേണം അജീഷ്, ഈ പടക്കക്കടയിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാകുന്നു, തൊട്ടടുത്ത വീടുകളുടെ മേൽക്കൂര പോലും തകരുന്ന അത്രയും ഉഗ്രസ്ഫോടനം. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോടെ ഇത്രയുമൊക്കെ വലിയ സ്റ്റോക്ക് അവിടെ സൂക്ഷിക്കാൻ കഴിയുമോ? വേണു, സ്വാഭാവികമായിട്ടും ഇതൊരു റീറ്റെയിൽ ഷോപ്പാണ്. പടക്ക സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. സ്വാഭാവികമായിട്ട് ഇവർക്ക് അനുമതി ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ അവര് മാസങ്ങളായി, വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു കടയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ അങ്ങനെയാണ് പറയുന്നത്. ഈ കട കുറെ കാലങ്ങളായി അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അവർക്ക് സ്വാഭാവികമായിട്ടും അനുമതി ഉണ്ടാകുന്നത് കൊണ്ടാകാം അവിടെ കട പ്രവർത്തിക്കുന്നത്. എന്തായാലും നിർമ്മാണശാലയല്ല. സ്വാഭാവികമായിട്ടും ഒരു ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലത്ത് പടക്കം നിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയില്ല. അതിനൊക്കെ ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. എന്തായാലും പടക്ക വിൽപ്പനശാലയാണ്. അത്യാവശ്യം സ്റ്റോക്കുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു ആഘാതമുണ്ടായത്, വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതും. 2 തവണ പൊട്ടിത്തെറിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം ഏതാണ്ട് ഒരു 10:30 മണിയോടുകൂടി ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും വലിയ ശബ്ദം കേൾക്കുകയും അവശിഷ്ടങ്ങൾ ഒരുപാട് ദൂരേക്ക് തന്നെ തെറിച്ചു പോവുകയും ചെയ്തു. ഇത് എന്താണെന്ന് നോക്കാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് രണ്ടാമതും
പൊട്ടിത്തെറി ഉണ്ടായത്. പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് അവിടെ കൂടിയിരുന്ന ആളുകളെയൊക്കെ പരമാവധി ഒഴിപ്പിച്ചു. പക്ഷേ ഈ എന്താണ് ഈ പൊട്ടിത്തെറിയെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരുപാട് ആളുകൾ ദൂരെ നിന്ന് തന്നെ ഇത് ഓടി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. വാഹനങ്ങളിലും മറ്റുമായി ഇവിടെ എത്തുകയായിരുന്നു. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് ഇതിനകത്തുണ്ടായിരുന്നവരെ, പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നത് ഒരു പ്രധാന ഒരു പ്രശ്നം, വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു. പക്ഷേ ഈ ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ പോലീസും കൂടി എത്തി ഇവിടെ നിന്ന് മാറ്റി ഫയർഫോഴ്സിന്റെ വാഹനത്തിന് കടന്നു പോകാൻ അവസരമൊഴുക്കി വഴിയൊരുക്കിയ ശേഷമാണ് ഈ ആളുകളെ, പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് നിഗമനം. കാരണം തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്, ഒരുപാട് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവയെല്ലാം ഈ കടകളിലൊക്കെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉള്ളത്. അവരുടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞു. ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആദ്യം എത്തിയിരുന്നു. പിന്നീട് അവരെ സഹായിക്കാനായി 2 ഫയർഫോഴ്സിന്റെ യൂണിറ്റ് കൂടി അവിടേക്ക് എത്തുകയുണ്ടായി. കൂടുതൽ യൂണിറ്റിനെ വിളിച്ചു വരുത്താനുള്ള നടപടികൾ തുടരുകയാണ്. എന്തായാലും അത്രയും വലിയൊരു സ്ഫോടനമാണ് തൃപ്പൂണിത്തുറയെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും എന്തായാലും ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് തിരിക്കും. എന്തായാലും ഇതിന്റെ മറ്റു വ്യാപ്തികൾ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നു, മറ്റു ഘടകങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒരുപക്ഷെ അവിടെ നിർമ്മാണം ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എത്ര ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു, സമീപത്തെ വീടുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഏതൊക്കെയായിരുന്നു, അവിടേക്ക് എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇവരുടെ പരിക്കിന്റെ തീവ്രത എത്രത്തോളമാണ്, ഇതെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ മാത്രമേ നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുകയുള്ളൂ. ഒരു വ്യക്തത അപ്പോൾ മാത്രമേ വരികയുള്ളൂ. ഇതെങ്ങനെയാണ് തീപിടിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതെല്ലാം പക്ഷേ ഈ ആദ്യത്തെ പരിഗണന സ്വാഭാവികമായിട്ട് തന്നെ ഈ തീ കെടുത്തി പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലെത്തി അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പടക്ക വിൽപ്പനശാലയിൽ സ്ഫോടനം. 10:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. 2 തവണ സ്ഫോടനമുണ്ടായി. വൻതോതിൽ പടക്കം സ്റ്റോക്ക് ചെയ്തിരുന്ന കടയാണ് എന്നാണ് സംശയിക്കുന്നത്. നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കടയാണ്. ഉഗ്രസ്ഫോടനത്തിന്റെ ആഘാതം പരിസരങ്ങളിലെല്ലാം ഉണ്ടായി. തൊട്ടടുത്ത വീടിന്റെ മേൽക്കൂരയടക്കം തകർന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അത് ആ പടക്ക വിൽപ്പനശാലയിലെ ജീവനക്കാരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ പേരുവിവരങ്ങളടക്കം ഇനി അറിയേണ്ടതുണ്ട്. തീ അണയ്ക്കാൻ ഇപ്പോഴും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റുകൾ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസും നഗരസഭാ അധികൃതരുമെല്ലാം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നതും അറിയേണ്ടതുണ്ട്. സമീപത്തെ വീടുകളിലെല്ലാം ഈ സ്ഫോടനത്തിന്റെ ആഘാതമുണ്ടായി. പല വീടുകളിലും ജനൽ ചില്ലുകളടക്കം തകർന്നു. അതിന്റെ ഭാഗമായി ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റ് കടകളിലേക്ക് ഇത് എത്രമാത്രം അഗ്നി ബാധിച്ചിട്ടുണ്ട്, എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഏറ്റവും പ്രധാനമായ കാര്യമെന്നത് ഈ പരുക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സേനയും അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് അധികൃതരും അവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതി വിലയിരുത്തുന്നു. അഗ്നിശമന സേനയും തീ അണയ്ക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ഈ നമുക്ക് പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്ഥലത്ത് എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളാണ് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ സമീപത്തെ കടകളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായതായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. അത്രയും വലിയ സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 10:30 മണിയോടുകൂടിയാണ് സ്ഫോടനം ഉണ്ടായത്. ആദ്യം ഒരു പൊട്ടിത്തെറി കേട്ടു. ആ പൊട്ടിത്തെറി കേട്ട് ആളുകൾ ഓടിക്കൂടി ഇങ്ങോട്ടേക്ക്, ഈ കട എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്തേക്കും രണ്ടാമത് വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി മറ്റിടങ്ങളിലേക്ക് ഓടുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു, പോലീസിനെ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. ആദ്യം ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ കടയ്ക്ക്, തീ പിടിച്ച കടയിലേക്ക് ആളുകൾ എത്തുന്നത് തടയാനുള്ള ശ്രമം നടത്തിയതിനു ശേഷം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടി
നടപടികൾ തുടങ്ങി, വെള്ളം അടിച്ചു തുടങ്ങി. അപ്പോഴേക്കും സമീപത്തെ കടകളിലൊക്കെ തന്നെ തീ പിടിച്ചു തുടങ്ങിയിരുന്നു. സമീപത്തെ വീടുകളിലും വലിയ നാശനഷ്ടം ഉണ്ടായി. സമീപത്തെ വീടുകളിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കണക്കുകൾ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അതിന്റെ ആ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ്. ചില വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് ഇതിന്റെ ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ. അങ്ങനെ വലിയൊരു സ്ഫോടനമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇനി വരുന്ന നിമിഷങ്ങളിൽ നേരിട്ട് ചെന്നാൽ നമുക്ക് കുറച്ചുകൂടി വിശദാംശങ്ങൾ കിട്ടും. നമ്മുടെ ലേഖകർ അല്പസമയത്തിന് തന്നെ ഉള്ളിൽ തന്നെ അവിടെ എത്തും. നേരിട്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തും. അപ്പോൾ അതിന്റെ ഒരു നേരിട്ട് ഉള്ള ഒരു വ്യക്തത നമുക്ക് വരുത്താനാകും. എന്തായാലും ഇപ്പോൾ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇവരെ രണ്ടുപേര് നിലവിൽ ഈ കടയിൽ ഉണ്ടായിരുന്നവരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആംബുലൻസിൽ സ്ട്രെച്ചറൽ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ബോധമുണ്ടായിരുന്നില്ല. ശരീരവാസകലം പൊള്ളലേറ്റിട്ടുമുണ്ട്. അങ്ങനെ വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. കടയിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു കടയാണ്. കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നതാണ് ഈ പടക്കക്കട എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പേര് വിവരങ്ങൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അതിലൊരു വ്യക്തത ഇനി കിട്ടേണ്ടതുണ്ട്. ഇതിന്റെ ലൈസൻസും നിയമപരമായിട്ടുള്ള അനുമതിയോടെയാണ് ഇത് പ്രവർത്തിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. എന്തായാലും വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എല്ലാവരും ചേർന്ന്, നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. തൊട്ടടുത്ത വീടുകളിലൊക്കെ പരിശോധിച്ച് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപത്തെ വീടുകളിലെ മേൽക്കൂരയെ അടക്കം തകർന്നു പോയെങ്കിൽ അത്രയും വലിയൊരു ആഘാതമാണ്, അത്രയും വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ സംശയമില്ല. 300 മീറ്റർ അകലെ വരെ ശരി അജീഷ്.